ഇൻഡിഗോ എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ലൂയിസ് ഫിഷർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് റൈറ്ററാണ്. ആളുടെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ചെറിയ പാർട്ടാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു പ്ലാന്റ് ആണ്. അത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ വന്നിട്ട് അത് കൃഷി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിൽ പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പെസൻറ്റ്, രാജ്കുമാർ ശുക്ല എന്ന് പറഞ്ഞൊരു പെസൻറ്റ് ഗാന്ധിജീനെ പോയി കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ഗാന്ധിജി അത് സോൾവ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ആ ഒരു പാർട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജീനെ ഒരുപാട് വട്ടം ഇയാൾ ഫോളോ ചെയ്ത് കുറേ പിന്നാലെ നടന്നതിന് ശേഷമാണ് ഗാന്ധിജി ഇയാളുടെ വില്ലേജിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ക്രോപ്പിംഗ് സിസ്റ്റമാണ്. അതായത് അവിടുത്തെ പെസൻസ് സ്വാഭാവികമായിട്ട് അവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ആകെ ഈ ഒരു കൃഷി അത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ബ്രിട്ടീഷുകാർ ഈ അവരുടെ ലാൻഡിൻ്റെ 15% ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്ന ഹാർവസ്റ്റ് മുഴുവനും ബ്രിട്ടീഷുകാർക്ക് കൈമാറണം എന്നൊരു സിസ്റ്റം വെക്കുകയാണ്. അപ്പോൾ അതൊരു കോൺട്രാക്റ്റാണ്. അതാർക്കും എന്താ പറയുക, വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇനി വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ആ പെസൻറ്റ് ഇവർക്ക് പൈസ കൊടുക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു ചമ്പാരനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജി ഇതെല്ലാം വന്ന് അറിയാണ് ചമ്പാരനിൽ ചെന്നിട്ട്. അങ്ങനെ ഗാന്ധിജി കുറേ എൻക്വയറീസൊക്കെ നടത്തുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇയാളെ അധികം വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ ഗാന്ധിജിക്ക് നോട്ടീസ് അയക്കുകയാണ്, എത്രയും പെട്ടെന്ന് ചമ്പാരൻ വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ മോഡ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഫൈറ്റ് ആണ് പറയുന്നത്. ഗാന്ധിജി ഒരിക്കലും അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, അങ്ങനത്തെ ഒരു മെത്തേഡായിരുന്നില്ല. നമുക്കറിയുന്ന പോലെ തന്നെ ഗാന്ധിജിയുടെ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ വയലൻസും ഡിസൊബീഡിയൻസും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഗാന്ധിജി വലിയ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ചമ്പാരൻ സത്യാഗ്രഹ അല്ലെങ്കിൽ ചമ്പാരനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ സൊല്യൂഷൻ ഗാന്ധിജി കണ്ടെത്തിയത് ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ നോട്ടീസ് അയച്ച സമയത്ത് ഗാന്ധിജി വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. തിരിച്ച് അവർക്കൊരു ലെറ്റർ അയക്കുകയാണ്, ഞാൻ ഈ ഒരു ഓർഡർ ഡിസൊബേ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെസൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലോയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു കേസ് കൊടുത്ത് ലോയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ലോയേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഫീസാണ് ലോയേഴ്സ് വാങ്ങുന്നത്. അപ്പോൾ അതിന് ഗാന്ധിജി ലോയേഴ്സിനെ ചീത്ത പറയുന്നുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവരുടെ ഫീസ് നോക്കി നിന്നിട്ട്, അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഈ പെസൻസ് ഫീസ് കൊടുക്കാൻ പറ്റാതെ കേസ് എവിടെ എത്താതെ പോകും. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ലോ കോർട്ടിൽ പോകുന്ന പരിപാടി അവസാനിപ്പിക്കുക, നമുക്ക് വേറെ മാർഗങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. റിയൽ ആയിട്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ലോ കോർട്ടിൽ പോലും ലോയേഴ്സിനെ കാണലും ഒന്നുമല്ല. റിയൽ റിലീഫ് എന്ന് പറയുന്നത് ടു ബി ഫ്രീ ഫ്രം ഫിയർ. അതായത് അവരുടെ പേടി, പെസൻസിന് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിലീഫ് എന്നാണ് ഗാന്ധിജി ആദ്യം പറയുന്നത്. അപ്പോൾ ഈ പെസൻസിൻ്റെ ലാൻഡ് ആയിരുന്നു ചമ്പാരനിൽ ഉണ്ടായിരുന്നത് മൊത്തം. അത് ഇംഗ്ലീഷുകാർ വാങ്ങിയിട്ട് ഇവരെ അവിടെ പണിക്കാരായി നിർത്തുകയാണ്. അതെന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ തെറ്റാണ്. നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ സ്ഥലം കയ്യേറി അവിടെ നമ്മളെ തന്നെ വാടകക്കാരാക്കി നിർത്തി പണിയെടുപ്പിക്കുകയാണ്. എന്നിട്ട് ആ പണിയെടുത്ത് കിട്ടുന്ന സാധനം മുഴുവൻ ഇവർക്ക് സറണ്ടർ ചെയ്യുകയും വേണം. ഇൻഡിഗോ മൊത്തം ഹാർവസ്റ്റ് മൊത്തം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ഗാന്ധിജി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എൻക്വയറീസ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തിരിച്ചു പോകാനൊക്കെ പറയുകയാണ്. ഗാന്ധിജി ഡിസൊബേ ചെയ്തു. അതിനുശേഷം ഗാന്ധിജിയുടെ അപ്പോൾ ഡിസൊബേ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയോട് ഇവർ പറഞ്ഞു, പിറ്റേ ദിവസം കോർട്ടിൽ അപ്പിയർ ചെയ്യണം എന്നൊരു ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഗാന്ധിജി അന്ന് രാത്രി രാജേന്ദ്ര പ്രസാദിന് ടെലഗ്രാഫ് അയക്കുന്നുണ്ട്. അതുപോലെ ബാക്കി ഉള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് ചമ്പാരനിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഗാന്ധിജിക്ക് കോർട്ടിൽ ഹാജരാണ്. പക്ഷെ ആ സമയത്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ടൗൺ മൊത്തം, മോട്ടിഹാരി എന്നാണ് അവിടുത്തെ ടൗണിൻ്റെ പേര്, ആ ടൗൺ മൊത്തം പെസൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ ഒരു ലീഡറിനെ കോർട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ധൈര്യം വന്നു. ഇത്രയും കാലം ഇല്ലാതിരുന്ന ആ ഒരു യൂണിറ്റിയും ധൈര്യമൊക്കെ അവർ ഇപ്പോൾ കാണിച്ചു.
അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഗാന്ധിജിനെ കോർട്ടിലേക്ക് വിടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്യാതറിംഗ് ആണ് ഫസ്റ്റ് സൈൻ ഓഫ് എന്താ പറയുക ലിബറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഫിയറിൽ നിന്ന് ഉള്ള ലിബറേഷൻ്റെ ഫസ്റ്റ് സിഗ്നലാണ് ഈ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി കോപ്പറേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഒഫീഷ്യൽസ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗാന്ധിജിയുടെ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അനുസരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മളെ ഓർഡർ ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഈ ജഡ്ജ് പറഞ്ഞു നമുക്ക് കേസ് കുറച്ച് നേരം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ആ ലോഫുൾ അതോറിറ്റീനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യല്ല, ഞാൻ അനുസരിക്കുന്നത് വേറൊരു ഹയർ ലോനെയാണ്. ആ ലോ എന്ന് പറയുന്നത് എൻ്റെ വോയിസ് ഓഫ് കൺസൈൻസ്, അതായത് ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ പറയില്ലേ, വിവേകം, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ബോധം എന്നൊക്കെ പറയില്ല, അതാണ് കൺസൈൻസ്. അപ്പോൾ ആ ഒരു ലോ അനുസരിച്ചാണ് ഞാൻ പെരുമാറുന്നത്. ഞാൻ നിങ്ങളുടെ ലോ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് ഈ ലോ അനുസരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഗാന്ധിജി പറയുന്നുണ്ട്. അങ്ങനെ കോർട്ടിലെ എന്താ ഒരു ട്രയൽ അല്ലെങ്കിൽ ആ ഒരു കേസ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇതൊരു നടക്കും പോവില്ല എന്ന് മനസ്സിലായപ്പോൾ ജഡ്ജ് പറയാണ് നമുക്ക് ഈ കേസ് കുറച്ചൊന്ന് നിർത്തി വെക്കാം, ഗാന്ധിജിനെ റിലീസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ജഡ്ജ്മെന്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിനെ വെറുതെ വിടുകയാണ്. പിന്നെ ഗാന്ധിജിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടേക്ക് വന്നതാണ് രാജേന്ദ്ര പ്രസാദ്, ബ്രിജ് കിഷോർ ബാബു, മൗലാന മസ്ഹറുൽ ഹക്ക്, അങ്ങനെയുള്ള ഒരുപാട് ലോയേഴ്സ് ബീഹാറിലേക്ക് വരികയാണ്. ബീഹാറിൽ തന്നെ ഉള്ളവരാണ് അവർ, ചമ്പാരനിലേക്ക് വരികയാണ്. അപ്പോൾ ഗാന്ധിജി അവരോട് ചോദിച്ചു ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ പിന്നെ നയിക്കാൻ ആരുമില്ലല്ലോ, ഞങ്ങൾക്കൊരു ലീഡർ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പിന്നെ വേറെ ആരുമില്ല, അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകും എന്നവർ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗാന്ധിജി പറയാണ് എന്താ പറയുക, ഗാന്ധിജിക്ക് ഈ പെസൻസ് ടോട്ടലി സ്ട്രേഞ്ചേഴ്സാണ്, എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രിസൺ വരെ പോകാൻ റെഡി ആയിട്ടും ഈ ബീഹാറിൽ താമസിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് റെഡി ആവുന്നില്ല? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ ഒരുമിച്ച് നിന്നാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ഇതവിടെ പറയുന്നുണ്ട് ഗാന്ധിജി. അപ്പോൾ അവർക്കും തെറ്റ് മനസ്സിലായി. അവർ പറഞ്ഞു ഞങ്ങളും നിങ്ങളുടെ കൂടെ ജയിലിലേക്ക് വരാം എന്ന് പറയാം. അപ്പോഴാണ് ഗാന്ധിജി പറയുന്നത് ദ ബാറ്റിൽ ഓഫ് ചമ്പാരൻ ഈസ് വൺ. അതായത് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് പെസൻസിൻ്റെ ആയാലും അവിടെയുള്ള പ്രോമിനൻറ്റ് ലോയേഴ്സിൻ്റെ ആയാലും ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചിലൂടെ ഓൾറെഡി നമ്മൾ ചമ്പാരൻ ബാറ്റിൽ ജയിച്ചു എന്നാണ് ഗാന്ധിജി പറയുന്നത്. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞു, കേസ് ഡ്രോപ്പ് ചെയ്തു. കാരണം ആരും കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആരും അനുസരിക്കാൻ പോകണില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായപ്പോൾ അങ്ങനെ കേസ് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് ജനങ്ങളുടെ ഡിസൊബീഡിയൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിജയിച്ച ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ഗാന്ധിജിയും ലോയേഴ്സൊക്കെ കൂടെ ഒരുപാട് ഇൻക്വയറീസ് നടത്തുന്നുണ്ട് ഫാർമേഴ്സിൻ്റെ അവസ്ഥേനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഗവർണറിനെ പോയി കണ്ട് ഒരു കമ്മീഷൻ ഏർപ്പാടാക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിലെ ഷെയർ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അങ്ങനെ അത്രയും വരെ എത്തിച്ചു. അതായത് ആ ഒരു ഇൻക്വയറി കമ്മീഷൻ സെറ്റപ്പ് ആക്കാൻ വരെ ഗാന്ധിജിക്ക് പറ്റി, വേറെ ഒരു വയലൻസും ഉപയോഗിക്കാതെ ഗാന്ധിജിക്ക് സാധിച്ചു. അങ്ങനെ ഏകദേശം ഒരു 7 months ഗാന്ധിജി അവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഈ കമ്മീഷൻ്റെ പ്രകാരം പ്ലാന്റേഴ്സിനെതിരെ എവിഡൻസ് കിട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ. അങ്ങനെ അവർ പിന്നെ വേറെ വഴിയില്ല, ബ്രിട്ടീഷുകാർ സമ്മതിച്ചു ഞങ്ങൾ റീഫണ്ട് തരാം എന്നുള്ളത്. എത്ര തരണം എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി 50% ആണ് ചോദിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും ഞെട്ടി, കാരണം ഫുള്ള് ചോദിക്കാമല്ലോ, നമ്മൾ എന്തായാലും ഇത്രയും വരെ എത്തി. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താ, the amount of the refund was less important than the fact that landlords had been obliged to surrender. അതായത് അവർ സറണ്ടർ ചെയ്യാം എന്ന് ഈ ലാൻഡ് ലോഡ്സ് സമ്മതിച്ചതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലാതെ അവർ തരുന്ന പൈസയുടെ എമൗണ്ട് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അവർ ആ സമ്മതിച്ചതിൽ നമ്മൾ ജയിച്ചു. അപ്പം അതാണ് ഗാന്ധിജിയുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെസൻറ്റിന് അറിയാം അവനക്ക് റൈറ്റ്സ് ഉണ്ട്, അവനക്ക് എന്താ പറയുക റൂൾസും കാര്യങ്ങളും ഉപയോഗിച്ച് അവർക്ക് റൈറ്റ്സ് നേടാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കറേജ് എന്ന് പറയുന്ന ഒരു സാധനം, സെൽഫ് ഡിപ്പെൻഡൻസി എല്ലാം പെസൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അവർ എത്ര പൈസ തരുന്നോ തരാതിരിക്കുന്നോ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഗാന്ധിജി പറയും. അപ്പം എല്ലാവരും ഞെട്ടിയെങ്കിലും പക്ഷെ ഗാന്ധിജിയുടെ തീരുമാനം ശരിയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഇവിടം വിട്ടു പോയി, ഇൻഡിഗോ ഷെയർ ക്രോപ്പിംഗ് ഒക്കെ നിർത്തലാക്കി.
അവരുടെ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. ഗാന്ധിജി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗാന്ധിജി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഗാന്ധിജി അവരെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, അവിടെ ഒരു വില്ലേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ഇല്ല, ക്ലീൻലിനെസ് ഇല്ല. ഗാന്ധിജി അവിടേക്ക് ഡോക്ടേഴ്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ചെക്കപ്പും അതേപോലെ മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിനോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നീട് ഗാന്ധിജി പറഞ്ഞത് ഇത്രയാണ്: ഞാനൊരു ഓർഡിനറി കാര്യമാണ് ചെയ്തത്. ചമ്പാരൻ എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ്. ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ ഓർഡർ ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്ത ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ചമ്പാരൻ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് റിലയൻസ് എന്ന ആ ഒരു സാധനമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സ്വന്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യാം. സ്വന്തമായിട്ട് നമ്മളൊന്ന് ഒച്ച ഉണ്ടാക്കി നമ്മളൊന്ന് റെസിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു കാര്യം ഗാന്ധിജി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാണ്. ഇത്രയാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞ ചാപ്റ്റർ.